പത്തനംതിട്ട ജില്ലയിലെ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശത്തിന് നടുവിൽ കാടുകളും മലകളും ചേർന്ന് സൃഷ്ടിച്ച അപൂർവമായ പ്രകൃതി സൗന്ദര്യത്തിനിടയിലാണ് ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1000 മീറ്റർ ഉയരത്തിൽ 18 മലകളാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം പ്രകൃതിയുടെ സംരക്ഷണ ചട്ടക്കൂടിനുള്ളിൽ വിശ്വാസത്തിന്റെയും ആത്മീയാന്വേഷണത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. വർഷത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രം തുറക്കുന്ന ഈ ക്ഷേത്രത്തിലേക്ക് ഓരോ വർഷവും കോടിക്കണക്കിന് ഭക്തരാണ് എത്തുന്നത്. മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന സ്ഥാനം ശബരിമലയാണ്. പ്രത്യേകിച്ച് മണ്ഡലകാലത്തിലും മകരവിളക്കിൻ്റെ കാലത്തും ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്നത് അനേക ലക്ഷം പേരാണ്. മലയാളികൾ മാത്രമല്ല, മറ്റ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരും ഈ കാലത്ത് ശബരിമലയിലേക്ക് ശരണം വിളികളുമായി എത്താറുണ്ട്. ഈ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത വ്രതം നോറ്റ് ആണ് ആ കാലം മുഴുവൻ. അതിനുശേഷമാണ് അവർ ശബരിമലയിലേക്ക് പുറപ്പെടുന്നത്. കർണാടകത്തിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയുള്ള ശബരിമല തീർത്ഥാടകർ ആ വ്രതനിഷ്ഠയോടുകൂടി ഈ ശബരിമല കാലത്ത് അല്ലെങ്കിൽ ഈ മണ്ഡലകാലത്ത് അവർ കഴിയുന്നതും അവരുടെ ആ തീർത്ഥാടന കാലത്ത് കേരളത്തിലേക്ക് വരുമ്പോഴത്തെ അവരുടെ ആ വിനീത ഭാവവുമെല്ലാം ഞാൻ വർഷങ്ങളായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഒരു ചരിത്രകാരൻ എന്ന നിലയിലും ശ്രദ്ധിക്കാറുണ്ട്. ശബരിമലയ്ക്ക് വലിയ മാറ്റങ്ങൾ പിന്നീട് വന്നു. പണ്ടാണെങ്കിൽ അത് ആണ്ടിൽ ഒരു തവണ മാത്രമാണ് ശബരിമലയിൽ തീർത്ഥാടകർക്ക് പ്രവേശനമുണ്ടായിരുന്നത്. ആ നില മാറി ഇന്ന് എല്ലാ മലയാള മാസവും ഏതാനും ദിവസങ്ങൾ തീർത്ഥാടകർക്കായിട്ട് ശബരിമല ക്ഷേത്രം തുറക്കാറുണ്ട്. ഹൈന്ദവ മതത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശബരിമല ലോകത്തിലെ ഒരു പ്രത്യേക കാലയളവിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭക്തരെ ആകർഷിക്കുന്ന സ്ഥലമായി മാറിയിട്ടുണ്ട്. ശബരിമലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവൻ അയ്യപ്പൻ ശിവന്റെയും വിഷ്ണുവിന്റെയും സങ്കല്പമായ ഹരിഹരപുത്രനാണ്. ധർമ്മശാസ്താവ് എന്ന പേരാണ് ഭക്തർ അദ്ദേഹത്തെ കൂടുതലായി വിളിക്കുന്നത്. അയ്യപ്പനിൽ ശൈവവും വൈഷ്ണവവുമെല്ലാം സംഗമിച്ചിരിക്കുന്നു. എന്നാൽ അതിനുമപ്പുറം ശാക്തം, ബുദ്ധം, ശ്രമണമതം തുടങ്ങി നിരവധി ദർശനങ്ങളുടെയും സ്വാധീനം ക്ഷേത്രാചാരങ്ങളിൽ കാണാം. ക്ഷേത്രമുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന തത്വമസി എന്ന വേദവാക്യം ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള അഭേദ്യതയെ സൂചിപ്പിക്കുന്നു. നീ തന്നെയാണ് ഈശ്വരൻ എന്ന സന്ദേശം നൽകുന്ന ഈ ദർശനം ഭക്തനെ ആത്മീയമായി ഉയർത്തുന്ന തത്വചിന്തയാണ്. ചരിത്രകാരന്മാർ ചിലർ അയ്യപ്പനെ ആദ്യം ദ്രാവിഡ സമൂഹങ്ങളുടെ ദൈവമായിരുന്നുവെന്നും പിന്നീട് ബുദ്ധസ്വാധീനത്തിലൂടെ പരിണമിച്ച് ഇന്നത്തെ രൂപം നേടിയെന്നും പറയുന്നു. സ്വാമി ശരണം എന്ന വിളിയും ബുദ്ധമതത്തിലെ ബുദ്ധം ശരണം ഗച്ഛാമി എന്ന മന്ത്രവും തമ്മിലുള്ള സാമ്യം ഈ വാദത്തിന് ശക്തി നൽകുന്നു. അതിപുരാതന കാലം മുതൽ അതൊരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു. ശാസ്താവ് എന്ന ഒരു സങ്കല്പത്തെ നമ്മുടെ ഹൈന്ദവർ ആരാധിച്ചിരുന്നു. ആ ശാസ്താവിനെ തന്നെ ബുദ്ധമതക്കാരും ജൈനമതക്കാരും മറ്റ് പേരുകളിലാണെന്നേ ഉള്ളൂ അവരും ആരാധിച്ചിരുന്നു. അതിൽ അവലോകിതേശ്വരൻ എന്ന പേരിലാണ് ബുദ്ധമതക്കാർ ഈ ശാസ്താവിൻ്റെ സങ്കല്പം എന്ന് പറയുമ്പോൾ അതിനകത്ത് മഹാദേവനായ ശിവനുമുണ്ട്. അപ്പം മഹാദേവനായിട്ടുള്ള ശിവനും കൂടി കലർന്ന അവലോകിതേശ്വരനായിട്ടാണ് ബുദ്ധമത അനുയായികൾ ആരാധിച്ചിരുന്നത്. ഇന്നും ഇന്ത്യയിൽ നമുക്ക് പല ക്ഷേത്രങ്ങളും കാണാൻ സാധിക്കും. അവിടെ ഒരു ശിവലിംഗം ആണ്. ആ ശിവലിംഗത്തെ ബുദ്ധിസ്റ്റ് പ്രീസ്റ്റ് അവലോകിതേശ്വരനായിട്ട് പൂജിക്കും. അയാളുടെ പൂജ കഴിഞ്ഞാൽ ബ്രാഹ്മണ പുരോഹിതന് അതിനെ ശിവലിംഗമായിട്ട് പൂജിക്കാറുണ്ട്. ഈ ശാസ്താവ് ശൈവ അംശമായിട്ടാണ് മലയാളികൾ കരുതുന്നത്. അല്ലെങ്കിൽ ശിവ വൈഷ്ണവ ശക്തികളുടെ ഒരു അവതാരമായിട്ടാണ് മലയാളികൾ അതിനെ കാണുന്നത്. എന്ന് മാത്രമല്ല, വളരെ പുരാതന കാലം മുതൽ സമാനമായിട്ടുള്ള സങ്കല്പങ്ങളുണ്ട്.
ഇന്ത്യയിലെ ഈ വണിക്കുകൾ, കച്ചവടക്കാരാണ് ആദ്യകാലങ്ങളിൽ ഈ അയ്യപ്പൻ്റെ അല്ലെങ്കിൽ ശാസ്താവിൻ്റെ എല്ലാം പൂർവ്വരൂപമായിരുന്ന രേവന്ത എന്ന ദേവനെ പൂജിച്ചിരുന്നത്. നമുക്ക് ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള മ്യൂസിയങ്ങളിൽ രേവന്തയുടെ വിഗ്രഹങ്ങൾ കാണാൻ പറ്റും. അത് നമ്മുടെ അയ്യപ്പനെ തന്നെയാണ് ഈ രേവന്ത എന്ന പേരിൽ അവർ വിശേഷിപ്പിക്കുന്നത്. ആ രേവന്ത എന്ന് പറയുന്ന സങ്കല്പം പിന്നീട് ശാതവാഹനന്മാർ ഏറ്റെടുത്തു. പ്രതിഷ്ഠാനം എന്ന് പറയുന്ന സ്ഥലമാണ് പൈത്താൻ, ഇന്ന് മഹാരാഷ്ട്രയിലാണ്. അവിടെയാണ് ഈ ശാതവാഹനന്മാരുടെ ആസ്ഥാനം. ആ ശാതവാഹനന്മാർ ഈ സങ്കല്പത്തെ, രേവന്ത എന്ന് പറയുന്ന സങ്കല്പത്തെ അവരുടെ ഒരു ഇഷ്ടദേവതയായിട്ട് അവരേറ്റെടുത്തു. അത് കഴിഞ്ഞ് അവരിൽ നിന്ന് അത് കാകതീയന്മാർ, അതുപോലെ പല്ലവന്മാരും ഏറ്റെടുത്തു. ആ പല്ലവന്മാരിൽ നിന്ന് ചോളന്മാർ ആ സങ്കല്പത്തെ ഇഷ്ടദേവനായിട്ട് സ്വീകരിച്ചു. ആ ചോഴന്മാർ വഴിയാണ് കേരളത്തിലേക്ക് ഈ സങ്കല്പം എത്തിയത്. ശബരിമലയുടെ പേരിന് പിന്നിൽ രാമായണ കാലഘട്ടത്തിലെ ശബരിമലയുടെ കഥയാണ് പ്രധാനമായും പറയപ്പെടുന്നത്. ശ്രീരാമനെ നെല്ലിക്ക നൽകി സ്വീകരിച്ച ശേഷം തന്റെ ജീവിത ലക്ഷ്യം പൂർത്തിയായ സന്തോഷത്തിൽ ശബരി ദേഹം അഗ്നിയിൽ സമർപ്പിച്ചുവെന്നാണ് ഐതിഹ്യം. ശ്രീരാമൻ തന്നെയാണ് ഈ സ്ഥലത്തിന് ശബരിയുടെ പേരിൽ അറിയപ്പെടുമെന്ന് അനുഗ്രഹിച്ചതെന്നും വിശ്വാസമുണ്ട്. മറ്റൊരു പ്രധാന കഥ പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. കുട്ടികളില്ലാത്ത രാജാവായ രാജശേഖരൻ പമ്പാ നദീ തീരത്ത് കഴുത്തിൽ മണിയോട് കൂടിയ ഒരു കുഞ്ഞിനെ കണ്ടെത്തി. അവനെ മണികണ്ഠൻ എന്ന് പേരിട്ട് വളർത്തിയ രാജാവ് പിന്നീട് മഹിഷിയെ വധിച്ച് പുലിപ്പുറത്തേറി മടങ്ങിയെത്തിയ മണികണ്ഠന്റെ നിർദ്ദേശപ്രകാരം ശബരിമലയിൽ ക്ഷേത്രം പണിതു. ഇന്നുവരെ ശബരിമലയിലെ പല ചടങ്ങുകളും പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെടുത്തി നടത്താറുണ്ട്. ഏറ്റവും ആദ്യം അയ്യപ്പനെ കുറിച്ചുള്ള പരാമർശം മലയാളത്തിൽ വരുന്നത് തിരുവല്ല പട്ടയങ്ങളിലാണ്. തിരുവല്ല പട്ടയം എന്ന് പറഞ്ഞാൽ തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിലെ ആചാരങ്ങളെപ്പറ്റിയും പതിവുകളെപ്പറ്റിയും പ്രതിപാദിക്കുന്ന പട്ടയങ്ങൾ, ചെമ്പോലകളാണ്. അത് 10-ാം നൂറ്റാണ്ടിലും 11-ാം നൂറ്റാണ്ടിലുമായിട്ട് എഴുതപ്പെട്ടവയാണ്. ആ കാലഘട്ടത്തിൽ അവിടെ അയ്യപ്പൻ ശാസ്താവ് എന്ന ഒരു ഉപദേവനെ പറ്റി പറയുന്നുണ്ട്. ആ അയ്യപ്പൻ ശാസ്താവിന് പ്രത്യേകമായ പൂജയുള്ളതായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കന്യാകുമാരിയിൽ ഒരു ഗുഹാനാഥസ്വാമി ക്ഷേത്രമുണ്ട്. ആ ഗുഹാനാഥസ്വാമി ക്ഷേത്രത്തിൽ അയ്യപ്പനെക്കുറിച്ച് അത് 12-ാം നൂറ്റാണ്ടിലാണ് പരാമർശമുണ്ട്. അത് പറയുന്നത് അയ്യപ്പൻ വേദിയ ചാത്തൻ, അതായത് വേദിയരുടെ ചാത്തൻ, അതായത് ബ്രാഹ്മണരുടെ ശാസ്താവ്. അയ്യപ്പൻ ബ്രാഹ്മണരുടെ ശാസ്താവ്. ഇതൊക്കെയാണ് ആദ്യകാലങ്ങളിലെ അയ്യപ്പനെക്കുറിച്ചുള്ള, ശാസ്താവിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ. തെക്കേ ഇന്ത്യയിൽ വന്യർ എന്ന് പറയുന്ന ഒരു സമുദായമുണ്ട്. ആ സമുദായം ഇതുപോലെ അയ്യപ്പനെ അവർ കുലദൈവമായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. ആർക്കോട്, അതുപോലെ കടലൂർ, ചിദംബരം തുടങ്ങിയ പ്രദേശങ്ങളിലായിട്ടാണ് ഈ വന്യ സമുദായത്തിൽപ്പെട്ടവർ അധികമായിട്ട് താമസിക്കുന്നത്. അവർ അയ്യനാർ എന്നാണ് അയ്യപ്പനെ പറയുന്നത്, അതായത് പത്നി സമേതനായ അയ്യനാർ. ആ അയ്യനാർ അയ്യപ്പൻ കേരളത്തിൽ ശബരിമലയിൽ വന്നപ്പോൾ എങ്ങനെയാണ് ബ്രഹ്മചാരിയായ ഒരു ഭഗവാനായി മാറിയത് എന്ന് പലർക്കും സംശയം തോന്നാം. അവിടെയാണ് നമ്മുടെ പന്തള രാജകുമാരനായിരുന്ന മണികണ്ഠനെ പറ്റി അനുസ്മരിക്കേണ്ടത്. പന്തളം എന്ന് പറയുന്നത് പാണ്ഡ്യരാജ്യത്തിലെ തിരുനെൽവേലി ശാഖയിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ഒരുപക്ഷെ 12-ാം നൂറ്റാണ്ടിൽ കുടിയേറിപ്പാർത്ത ഒരു രാജകുടുംബമാണ്. ആ രാജകുടുംബത്തിലെ അവർ മക്കത്തായികളാണ്. തമിഴ്നാട്ടിൽ കേരളത്തിലേക്ക് വന്നപ്പോൾ ഒരു മരുമക്കത്തായികളായി. അങ്ങനെ പന്തള രാജാവിൻ്റെ അനന്തരവനായ മണികണ്ഠൻ, ആ മണികണ്ഠൻ തകർന്നുപോയ ശബരിമല ക്ഷേത്രം പുനരുദ്ധരിക്കുകയും അവിടെ വീണ്ടും ഒരു പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സമാധിയും അവിടെ തന്നെയാണെന്നാണ് കേരളീയർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പത്നി സമേതനായി ശാസ്താവിനെ, അയ്യനാറിനെ മറ്റു പല ഭാഗങ്ങളിൽ, ഉത്തരേന്ത്യയിലും അതുപോലെ തെക്കേ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലും ആരാധിക്കുമ്പോൾ കേരളത്തിൽ ആ സങ്കല്പത്തെ ബ്രഹ്മചാരിയായിട്ട് ആരാധിക്കാൻ ഇടയായത്.
അയ്യപ്പന്റെ തീർത്ഥാടനത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് വാവറിന്റെ കഥ. മുസ്ലിം മതസ്ഥനായ വാവർ അയ്യപ്പന്റെ ഉറ്റ സുഹൃത്തും സഹയാത്രികനുമായിരുന്നു. പന്തളം രാജ്യം ആക്രമിക്കാനെത്തിയ വാവർ അയ്യപ്പനുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ടെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ വിശ്വസ്ത സുഹൃത്തായി മാറി. ഭക്തർ 18-ാം പടി കയറുന്നതിന് മുൻപ് വാവരുടെ പള്ളിയിൽ ദർശനം നടത്തുന്നത് മതസൗഹാർദ്ദത്തിന്റെ അനുപമമായ പ്രതീകമാണ്. അയ്യപ്പന്റെ ആയോധന കലാഭ്യാസത്തിന്റെയും മാളികപ്പുറത്തമ്മയുടെ ജനനത്തിന്റെയും കേന്ദ്രമാണ് ചീരപ്പഞ്ചിറ കളരി. അവിടുത്തെ പൂങ്കൊടി എന്ന പെൺകുട്ടിയാണ് പിന്നീട് മാളികപ്പുറത്തമ്മയായി ആരാധിക്കപ്പെട്ടത്. ശബരിമലയിൽ അയ്യപ്പനോടൊപ്പം തന്നെ ഉപദേവതയായി മാളികപ്പുറത്തമ്മയ്ക്കും സമാന പ്രാധാന്യമുണ്ട്. ശബരിമല തീർത്ഥാടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് 41 ദിവസത്തെ മണ്ഡലവ്രതം. ഈ കാലയളവിൽ ഭക്തർ ബ്രഹ്മചര്യം പാലിക്കുകയും മാംസം, മദ്യം, പുകയില തുടങ്ങിയവ ഒഴിവാക്കുകയും വേണം. വ്രതം പൂർത്തിയായാൽ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ ഇരുമുടിക്കെട്ട് നിറച്ച് മല കയറുന്നു. ഇരുമുടിക്കെട്ടിൽ ഒരു വശത്ത് പൂജാസാധനങ്ങളും നെയ്ത്തേങ്ങയും ഉൾപ്പെടും, മറുവശത്ത് യാത്രയ്ക്കുള്ള ഭക്ഷണ വസ്തുക്കളാണ്. ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി കയറാൻ സാധിക്കില്ല. 18 പടികൾക്ക് പല വ്യാഖ്യാനങ്ങളുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 18 മലകളിലെ ദൈവങ്ങളെയോ 18 ആത്മീയ ഗുണങ്ങളെയോ പ്രതിനിധാനം ചെയ്യുന്നതാണെന്ന് വിശ്വാസം. ഭക്തൻ ഈ പടികൾ കയറുമ്പോൾ അഹങ്കാരവും ദുർഗുണങ്ങളും ഉപേക്ഷിച്ച് ശുദ്ധമായ ഭക്തിയിൽ ലയിക്കുന്നുവെന്നാണ് വിശ്വാസം. ശബരിമലയിലെ പ്രധാന തീർത്ഥാടന കാലം വൃശ്ചികം 1 മുതൽ ധനു 11 വരെ നീളുന്ന മണ്ഡലകാലമാണ്. തുടർന്ന് നടക്കുന്ന മകരവിളക്ക് മഹോത്സവം ദശലക്ഷക്കണക്കിന് ഭക്തരുടെ ശ്രദ്ധയാകർഷിക്കുന്നു. മകരസംക്രാന്തി ദിനത്തിൽ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി ഒരിക്കൽ ദിവ്യ പ്രതിഭാസമാണെന്ന് കരുതപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീടത് മലവേടന്മാർ നടത്തുന്ന ദീപാരാധനയാണെന്നും മനുഷ്യനിർമ്മിതമാണെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു. എന്നിരുന്നാലും ഭക്തർക്കത് ഇപ്പോഴും ദൈവിക അനുഭവമായാണ് തോന്നുന്നത്. ക്ഷേത്രനട അടയ്ക്കുന്നതിന് മുൻപ് ആലപിക്കുന്ന ഹരിവരാസനം ശബരിമലയിലെ അപൂർവ ചടങ്ങുകളിലൊന്നാണ്. ഭക്തിഗാനത്തിനനുസരിച്ച് വിളക്കുകൾ അണച്ച് അയ്യപ്പനെ പള്ളി ഉറക്കുന്നത് ഭക്തരുടെ മനസ്സിൽ അതുല്യമായ ഭക്തിവിസ്മയം പകരുന്നു. ശബരിമല ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത്. ചില ചരിത്രകാരന്മാർ ഇത് ബുദ്ധക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് ഹിന്ദുവൽക്കരിക്കപ്പെട്ടുവെന്നും അഭിപ്രായപ്പെടുന്നു. 1992-ൽ കേരള ഹൈക്കോടതി 10 മുതൽ 50 വയസ്സുവരെയുള്ള സ്ത്രീകളുടെ പ്രവേശനം വിലക്കിയപ്പോൾ 2018-ൽ സുപ്രീം കോടതി സ്ത്രീകൾക്കും പ്രവേശനാവകാശം അനുവദിച്ചു. എന്നാൽ ഈ വിധി വലിയ സാമൂഹ്യ രാഷ്ട്രീയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു. ശബരിമല ക്ഷേത്രം ഇന്ന് കോടിക്കണക്കിന് ഭക്തർക്ക് ആത്മീയാശ്രയമായി തുടരുന്നു. പ്രകൃതിയുടെ കരുതലിൽ ഐതിഹ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി ആത്മീയാന്വേഷണത്തിന്റെയും ഭക്തിയുടെയും ആധാരമായി ശബരിമല ലോകത്തെ ആകെ വിസ്മയിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ ദീപസ്തംഭം തന്നെയാണ്.